ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ക്ലാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് തിയറിയിലേക്ക് പോവാം. മാർക്സിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ബേസ്ഡ് ഓൺ റിക്കാർഡോസ് സർപ്ലസ് തിയറി ബട്ട് വിത്ത് കീ ഡിഫറൻസ്. ഈ ഒരു തിയറി കാറൽ മാർക്സിന്റെ ഈ ഒരു തിയറി റിക്കാർഡോയുടെ സർപ്ലസ് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ട് വന്നതാണ്. എന്നാലും കുറച്ച് കീ ഡിഫറൻസ് ഉണ്ട്. റിക്കാർഡിയൻ തിയറി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ആ കീ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. റിജക്ട്സ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആൻഡ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റെന്റ് ആൻഡ് പ്രോഫിറ്റ്. ഇദ്ദേഹം റിക്കാർഡോയുടെ ബേസിക് കൺസെപ്റ്റ് ആയിട്ടുള്ള ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന അസംഷൻ തള്ളിക്കളയുകയും കൂടാതെ റെന്റും പ്രോഫിറ്റും ഇവിടെ ഒന്നാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. കൂടാതെ കൺസിഡർ ഓൺലി 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ കാറൽ മാർക്സ് 2 ഫാക്ടേഴ്സിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, അത് ലേബറും ക്യാപിറ്റലുമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ തിയറിയുടെ കുറച്ച് കീ കൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ അസംഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സൈക്കിൾ വിച്ച് എക്സ്പ്രസ്ഡ് ആസ് M dash. M equal to money invested by capital, C equal to commodities, labor power plus means of production, and M dash more money received after selling goods. Their surplus value equal to M dash minus M arises from labor productivity. ഇവിടെ ക്യാപിറ്റലിസ്റ്റ് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത് മണി ഇൻവെസ്റ്റഡ് ബൈ ക്യാപിറ്റലിസ്റ്റ്. ആ ഇൻവെസ്റ്റ് ചെയ്ത മണി കൊണ്ട് കൂടുതൽ തൊഴിലാളികളെയും ഉൽപാദന സാമഗ്രികളെയും വാങ്ങുന്നു. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സി കൊണ്ടാണ്. സി ഇസ് എ കമ്മോഡിറ്റി, ദാറ്റ് ഈസ് ലേബർ പവർ പ്ലസ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഒടുവിൽ കൂടുതൽ പണം തിരികെ ലഭിക്കുന്നു. മണി received after selling goods. More money received after selling goods, that is M dash. So M dash minus M എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സർപ്ലസ് വാല്യൂ ആണ്. ഇത് നമുക്ക് ലേബർ പവർ എന്താണെന്നും സർപ്ലസ് വാല്യൂ എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലേബർ പവർ എന്നത് എബിലിറ്റി ടു വർക്ക് ദാറ്റ് സോൾഡ് ബൈ വർക്കേഴ്സ് ടു ക്യാപിറ്റൽ. തൊഴിലാളികളെ ക്യാപിറ്റലിന് നൽകുന്ന കഴിവാണ് ലേബർ പവർ. ഇതിൻ്റെ വാല്യൂ എന്നത് വേജ് ആണ്. ദാറ്റ് ഈസ് തൊഴിലാളികൾക്ക് ആവശ്യമുള്ള ജീവിക്കാനുള്ള ചെലവ്, അതിനെയാണ് വേജ് എന്ന് പറയുന്നത്. വേജ് ഈക്വൽ ടു വാല്യൂ ഓഫ് ലേബർ പവർ ഓർ സബ്സ്റ്റൻസ് നീഡഡ്. Workers work more than this value, this extra labor produced surplus value. തൊഴിലാളികൾക്ക് ഇതിൽ നിന്നും കൂടുതൽ ജോലി ചെയ്ത് കിട്ടുന്നതിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന വേജിനപ്പുറത്തേക്ക് തൊഴിലാളികൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. So surplus value is the extra output produced beyond necessary labor. ഇവിടെ 2 തരത്തിലുള്ള വർക്കേഴ്സ് പെർഫോമൻസ് ആണുള്ളത്. ഒന്ന് നെസസറി ലേബറും രണ്ടാമത്തത് സർപ്ലസ് ലേബറും. വേജായിട്ട് നൽകുന്നതാണ് നെസസറി ലേബർ, പെയ്ഡ് ആസ് വേജസ്. ദെൻ ക്യാപിറ്റലിസ്റ്റ് സർപ്ലസ് വാല്യൂവിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സർപ്ലസ് ലേബർ, അപ്രോപ്രിയേറ്റഡ് ബൈ ക്യാപിറ്റലിസ്റ്റ് ആസ് സർപ്ലസ് വാല്യൂ, ദാറ്റ് ഈസ് സർപ്ലസ് ലേബർ. അടുത്തത് ക്യാപിറ്റലിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാറൽ മാർക്സ് ക്യാപിറ്റലിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ, വേരിയബിൾ ക്യാപിറ്റൽ ആൻഡ് സർപ്ലസ് വാല്യൂ. യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, റോ മെറ്റീരിയൽസ് ഇവയെല്ലാം ഉപയോഗിക്കുന്നതിനെയാണ് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം അല്ലെങ്കിൽ വേജസ് ടു ലേബർ ആണ് വേരിയബിൾ ക്യാപിറ്റൽ. സർപ്ലസ് വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്യാപിറ്റൽ നേടുന്ന ലാഭം, പ്രോഫിറ്റ്, റീഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം സർപ്ലസ് വാല്യൂവിൽ വരുന്നതാണ്. സോ ഔട്ട്പുട്ട് എന്നത് ഇതിൻ്റെ എല്ലാം സമ്മാണ്, ദാറ്റ് ഈസ് സി പ്ലസ് വി പ്ലസ് എസ്. അടുത്തത് നമുക്ക് കീ കമ്പോണൻസിൻ്റെ കീ റേഷ്യോസ് നോക്കാം. എസ് ബൈ വി എന്നത് റേഷ്യോ സർപ്ലസ് വാല്യൂ, തൊഴിലാളികളുടെ എക്സ്പ്ലോയിറ്റേഷൻ എത്രയാണെന്ന് കാണിക്കുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലേബർ അവേഴ്സ്, റിയൽ വേജസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അടുത്തത് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ്
capital, that is C by C plus V. It reflects capital intensity of production. ക്യാപിറ്റലിൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എത്രയുണ്ടെന്ന് കാണിക്കുന്നതാണ് ഓർഗാനിക് കോമ്പോസിഷൻ. സോ ഇവിടെ കോൺസ്റ്റന്റ് ക്യാപിറ്റലിന്റെ പങ്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. റേറ്റ് ഓഫ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് പി ഈക്വൽ ടു എസ് ബൈ സി പ്ലസ് വി. ഇത് ഓവറോൾ പ്രോഫിറ്റ് എത്രയാണെന്ന് കാണിക്കുന്നു. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ലേബർ ഡൈനാമിക്. കാറൽ മാക്സിന്റെ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ഒരു ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ലേബർ ഡൈനാമിക്സ്. സോ ഫസ്റ്റ് പോയിന്റ് എന്നത് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ. സർപ്ലസ് വാല്യൂ റീഇൻവെസ്റ്റഡ് ടു എക്സ്പാൻഡ് പ്രൊഡക്ഷൻ. ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്നത് പ്രൊഡക്ഷനിൽ നിന്ന് ലഭിച്ച സർപ്ലസ് വാല്യൂവിനെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഇതിലൂടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നു, കൂടുതൽ ലേബേഴ്സ് ആവശ്യമായിട്ട് വരുന്നു. ലീഡ്സ് ടു റൈസിങ് ഡിമാൻഡ് ഫോർ ലേബർ, പക്ഷേ ഇവിടെ യന്ത്രവൽക്കരിക്കപ്പെടുന്നു. മത്സരത്തിനായിട്ട് ക്യാപിറ്റൽസ് കൂടുതൽ യന്ത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് തൊഴിലാളികളുടെ ആവശ്യകത കുറയ്ക്കുന്നു. അടുത്തത് റിസർവ് ആർമി ഓഫ് ലേബർ, പൂൾ ഓഫ് അൺഎംപ്ലോയിഡ് ഡ്യൂ ടു മെക്കനൈസേഷൻ. സോ ഇവിടെ യന്ത്രങ്ങൾ ലേബറിനെ റീപ്ലേസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ചില തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നു, അവർ റിസർവ് ആർമി ആയിട്ട് മാറുന്നു. കീപ്സ് വേജസ് ലോ ഡിസ്പൈറ്റ് ക്യാപിറ്റൽ ഗ്രോത്ത്. സോ ഇവിടെ കാറൽ മാക്സ് മാൽത്തസിന്റെ പ്രൊഡക്ഷൻ പോപ്പുലേഷൻ ലോയ്ക്ക് പകരം ഇവിടെ അവതരിപ്പിക്കുന്നത് ഇൻഡസ്ട്രിയൽ റിസർവ്ഡ് ആർമിയുടെ തിയറിയാണ്. അത് പോപ്പുലേഷന്റെ ഫലമായിട്ടല്ല, ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ ഫലമായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അടുത്ത പോയിന്റ് മെക്കനൈസേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇവിടെ ടെക്നോളജി ഡെവലപ്പ് ആകുന്നതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി കൂടുകയും മാനുവൽ ലേബറെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓർഗാനിക് കോമ്പോസിഷൻ കൂടുന്നു. സോ ഓർഗാനിക് കോമ്പോസിഷൻ നമുക്കറിയാം, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ആയിട്ടുള്ള യന്ത്രം, ഉപകരണങ്ങൾ എന്നിവയുടെ എല്ലാം പങ്ക് എന്താണെന്ന് മെഷർ ചെയ്യുന്നതാണ്. സോ കോമ്പോസിഷൻ കൂടുമ്പോൾ, ഓർഗാനിക് കോമ്പോസിഷൻ കൂടുന്നത് ഇറ്റ് ലീഡ്സ് ടു ഫാളിങ് പ്രോഫിറ്റ് റേറ്റ് ഈവൻ വിത്ത് റൈസിങ് പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാം സർപ്ലസ് വാല്യൂ വരുന്നത് തൊഴിലിൽ നിന്ന് മാത്രമാണ്, യന്ത്രങ്ങളിൽ നിന്നല്ല. സോ തൊഴിലാളികൾ കുറയുമ്പോൾ സർപ്ലസ് വാല്യൂ കുറയുന്നു, ഇത് പ്രോഫിറ്റ് റേറ്റ് കുറക്കുന്നു. സോ യന്ത്രങ്ങളെ കൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടിയാലും ലാഭം കുറയുന്നു. ക്യാപിറ്റലിസ്റ്റ് ബെനിഫിറ്റ് ഡിസ്പ്രൊപ്പോർഷനാലിറ്റി, വേജസ് ഷെയർ ഫോൾസ്. ഇവിടെ ലാഭവിഹിതം കൂട്ടുന്നുണ്ടെങ്കിലും തൊഴിലാളികളുടെ ശമ്പളം കുറയുന്നു. പ്രൊഡക്ടിവിറ്റി കൂട്ടിയാലും തൊഴിലാളികൾക്ക് അത് ഈക്വൽ ആയിട്ട് ലഭിക്കുന്നില്ല. സോ ഇത് ഇൻകം ഇൻഇക്വാലിറ്റിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ഡീപ്പസ്റ്റ് ആവുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് റിക്കാർഡോ തിയറിയും കാറൽ മാക്സിന്റെ തിയറിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഇവിടെ റെന്റ് എന്നത് റിക്കാർഡോ തിയറിയിൽ ലാൻഡ് ഡിഫറൻസുമായിട്ട് താരതമ്യപ്പെടുത്തി പറഞ്ഞപ്പോൾ കാറൽ മാക്സ് എന്ത് ചെയ്തു, അത് ഇഗ്നോർ ചെയ്തു. ലേബറിനെ വേജിനോട് താരതമ്യപ്പെടുത്തി റിക്കാർഡോ തിയറി പറഞ്ഞപ്പോൾ കാറൽ മാക്സ് വാല്യൂ ഓഫ് സബ്സ്റ്റൻസ് എന്നതിന് ഊന്നൽ നൽകിയാണ് പറഞ്ഞത്. ഇനി റിക്കാർഡോ മാൽത്തൂസിയൻ തിയറിയിലൂടെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ കാറൽ മാക്സ് റിസർവ്ഡ് ആർമി ഓഫ് ലേബറിനെ കുറിച്ചാണ് പറഞ്ഞത്. വേജ് കൂടുമ്പോഴാണ് പ്രോഫിറ്റ് കൂടുന്നതെന്നാണ് റിക്കാർഡോ പറഞ്ഞതെങ്കിൽ മാർക്സ് ഇവിടെ ഓർഗാനിക് കോമ്പോസിഷൻ കൂടുന്നത് കൊണ്ടാണ് പ്രോഫിറ്റ് കൂടുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ സർപ്ലസ് എന്നത് റിക്കാർഡോ തിയറിയിൽ റെന്റ് പ്ലസ് പ്രോഫിറ്റ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്സ് ഇവിടെ പ്രോഫിറ്റ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. റിക്കാർഡിയൻ തിയറിയിൽ സ്റ്റേഷനറി സ്റ്റേറ്റിലാണ് വന്ന് അവസാനിക്കുന്നതെങ്കിൽ മാർക്സ് ഇവിടെ എക്സ്പ്ലോയിറ്റേഷനും മെക്കനൈസേഷനും അക്യുമുലേഷനും എല്ലാമാണ് തിയറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ കൂടെ റിക്കാർഡിയൻ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനും കൂടെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക.
ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.